ആ ആൺകുട്ടി ആ മനുഷ്യനെ വെടിവെച്ചു കൊന്നു. തുടർന്ന് അമ്മയെയും മകളെയും നിർബന്ധിച്ച് നീന്തൽക്കുളത്തിലേക്ക് ചാടി. വെള്ളത്തിൽ ശ്വാസം മുട്ടുന്നതുവരെ ആളുകൾ ബുദ്ധിമുട്ടുന്നത് അയാൾ ആസ്വദിച്ചു. തന്റെ ആയുധത്തിന്റെ ഭീഷണിയെ തുടർന്ന് ദമ്പതികൾക്ക് അനുസരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. കൂടുതൽ നേരം അതിജീവിക്കാൻ വെള്ളത്തിലെ വലിച്ചിൽ കുറയ്ക്കാൻ അവർ സ്വമേധയാ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി. ആൺകുട്ടി അവരെ തടഞ്ഞില്ല. മരണത്തിനു മുമ്പുള്ള ഇരയുടെ നിരാശാജനകമായ പോരാട്ടം അവനെ കൂടുതൽ ഉത്തേജിപ്പിച്ചു. ദൃശ്യം പകർത്താൻ അയാൾ തന്റെ ഫോൺ പുറത്തെടുത്തു. ഏകദേശം 15 മിനിറ്റിനു ശേഷവും അമ്മയും മകളും ഊർജ്ജസ്വലരായി കാണപ്പെട്ടു. ആൺകുട്ടിക്ക് നെഞ്ചിൽ ഒരു പിരിമുറുക്കം അനുഭവപ്പെട്ടു. ഒരുപക്ഷെ ആസ്തമ അറ്റാക്ക് ആയിരിക്കാം. മരുന്ന് കഴിക്കാൻ തിരിഞ്ഞപ്പോ പെൺകുട്ടി പെട്ടെന്ന് അരികിലേക്ക് നീന്തി. പക്ഷെ അവൾ ഉണ്ടാക്കിയ ശബ്ദം വളരെ ഉച്ചത്തിലായിരുന്നു. ആൺകുട്ടി അവളെ ശ്രദ്ധിച്ചു. സാമൂഹിക വിരുദ്ധ സ്വഭാവം ഉണ്ടായിരുന്നിട്ടും അവൻ സ്ത്രീകളോട് കരുണ കാണിച്ചില്ല. ഭാഗ്യവശാൽ അവൻ പെൺകുട്ടിയെ ഉപദ്രവിക്കാതെ മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ അമ്മ ഒരു പരിഹാരത്തെക്കുറിച്ച് ചിന്തിച്ചു. വെള്ളത്തിന്റെ പൊങ്ങിക്കിടക്കൽ സ്വാഭാവികമായി പൊങ്ങിക്കിടക്കാൻ ഉപയോഗിക്കുമോ? പക്ഷെ ആൺകുട്ടിക്ക് ഇത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. കാര്യങ്ങൾ ഇങ്ങനെ തുടർന്നാൽ ദമ്പതികൾക്ക് ഒരു ദിവസം മുഴുവൻ പൊങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്. ഒരു ബീപ് ശബ്ദം കേട്ട് പൂൾ കവർ സജീവമാക്കി. സ്ത്രീയുടെ അപേക്ഷ അവഗണിച്ചുകൊണ്ട് അയാൾ മൃതദേഹം കരയിൽ നിന്ന് കുളത്തിലേക്ക് എറിഞ്ഞു. കുളത്തിന്റെ കവർ വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചത്. വാങ്ങിയ സഹായമില്ലാതെ കീറാൻ ഏതാണ്ട് അസാധ്യമായിരുന്നു. കുട്ടിക്കാലത്തെ അനുഭവങ്ങളിൽ നിന്നാണ് ആൺകുട്ടിയുടെ വികലമായ മനഃശാസ്ത്രം ഉടലെടുത്തത്. ശ്വാസം മുട്ടൽ മൂലമുള്ള മരണത്തോടുള്ള ആകർഷണം സൃഷ്ടിച്ചു. അവൻ എപ്പോഴും മൃതദേഹങ്ങൾ കടലിൽ നിക്ഷേപിച്ചിരുന്നു. ഇത് പോലീസ് അന്വേഷണം അവനിൽ കേന്ദ്രീകരിക്കാൻ കാരണമായി. നിരീക്ഷണ ക്യാമറകൾ വഴി അവർ അവന്റെ സ്ഥാനം പോലും കൃത്യമായി കണ്ടെത്തി. പോലീസ് എത്തുന്നതിനു മുമ്പ് അമ്മയും മകളും അവരുടെ പരിധിയിലെത്തുകയായിരുന്നു. നിരാശാജനകമായ ഒരു നിമിഷത്തിൽ അമ്മ മനഃപൂർവ്വം അടിയിലേക്ക് വീണു കൈകൾ ഉപയോഗിച്ച് മകളെ ഉയർത്തി. പെട്ടെന്ന് ഇന്ന് തന്റെ ഭർത്താവിന്റെ ജന്മദിനമാണെന്ന് അവൾ ഓർത്തു. സമ്മാനമായി അവൾ ഒരു കുപ്പി ഓപ്പണർ വാങ്ങി. അത് ഇപ്പോൾ ഭർത്താവിന്റെ പോക്കറ്റിലായിരുന്നു. അത് എടുക്കാൻ അവൾ ഉടൻ നീന്തി. കുപ്പി ഓപ്പണർ പൂൾ കവറിൽ ഉറപ്പിച്ച ശേഷം പെൺകുട്ടിക്ക് ഒടുവിൽ ഒരു പിന്തുണ ലഭിച്ചു. അമ്മ മകളുടെ തോളിൽ ചാരി. അവർക്ക് ഒരു ചെറിയ വിശ്രമം നൽകി. പക്ഷെ ആൺകുട്ടി കുളത്തിന്റെ കവറിൽ അസാധാരണമായ എന്തോ ശ്രദ്ധിച്ചു. ക്ഷമ നഷ്ടപ്പെട്ട അദ്ദേഹം നിരവധി വെടിയുതിർത്തു. അവരെ വീണ്ടും വെള്ളത്തിനടിയിലാക്കി. നിർണായക നിമിഷത്തിൽ പോലീസ് എത്തി. പക്ഷെ ആൺകുട്ടി ഭയപ്പെട്ടില്ല. ജയിലിലേക്ക് പോകാൻ അവൻ ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല. മരിച്ചാൽ 2 ജീവൻ കൂടി എടുക്കാൻ അവൻ പദ്ധതിയിട്ടു. റിമോട്ട് കൺട്രോൾ കാലിനടിയിൽ വച്ച് തകർത്ത ശേഷം ആൺകുട്ടി പോയി. പോലീസിന് ഒരു നഷ്ടം സംഭവിച്ചു. അവർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരല്ല. കത്തികൾ കൈവശം വച്ചിരുന്നില്ല. ഭാഗ്യവശാൽ ഇതുവരെ തോക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു പുതുമുഖ ഓഫീസറുടെ കൈവശം ഒരു കത്തി ഉണ്ടായിരുന്നു. കേസ് പരിഹരിക്കപ്പെട്ടു. നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.